യു.എസ് ഒരു പീസ് പ്രപ്പോസൽ സജസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഈ ഒരു യു.എസ് പ്രപ്പോസലിന് ഒരു റെസ്പോൺസ് കൊടുത്തത്. അത് പാകിസ്ഥാനെയാണ് അവരവരുടെ ഒരു റെസ്പോൺസ് അറിയിച്ചത്. ഈ ഒരു റെസ്പോൺസ് കിട്ടിയ ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞ് ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. രണ്ടാമത് പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായും നീക്കണം. മൂന്നാമത് പറയുന്നത് യുദ്ധ നഷ്ടപരിഹാരം നൽകണം. ഈ ആവശ്യങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം ഈ ആഴ്ച യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുമെന്നാണ് ചൈന സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, യു.കെയും ഫ്രാൻസും ഇപ്പോൾ അവരുടെ വാർഷിപ്സ് ഒക്കെ അയച്ച് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയുള്ള ഷിപ്പിംഗ് എന്ന് പറയുന്നത് സെക്യൂർ ചെയ്യാനുള്ള പ്രോസസ്സ് ആണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ ഒരു LNG ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയി. ഇതാദ്യമായാണ് ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു LNG ടാങ്കർ, ഖത്തറിൻ്റെ LNG ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയത്. ഇത് ഖത്തറിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ് ഈ ഒരു ടാങ്കർ പോയിരിക്കുന്നത്. ഇറാന്റെ അധികൃതരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ടാങ്കർ കടന്നുപോയത്. യുക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൂചിപ്പിച്ചു. റഷ്യയിൽ വിക്ടറി ഡേ സെലിബ്രേഷൻസിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മെയ് 10, അതായത് കഴിഞ്ഞ ദിവസം സിക്കന്ദരാബാദിൽ നടന്ന ഒരു പൊതു റാലിയിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്ന് ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരവും വ്യാപാര സന്തുലിതാവസ്ഥയും സംരക്ഷിക്കാനാണ് ഈ ഒരു നീക്കം. ഇന്ത്യ 90% സ്വർണവും ഇറക്കുമതി ചെയ്യുന്നത് $ഡോളർ നൽകിയാണ്. അമിതമായി സ്വർണം വാങ്ങുന്നത് രാജ്യത്തിൻ്റെ ഡോളർ ശേഖരത്തെ ബാധിക്കുകയും രൂപയുടെ മൂല്യം ഇടിവിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലായി യൂസ് ചെയ്യണം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറയുന്നു, മെട്രോ സർവീസസ് യൂസ് ചെയ്യാൻ, അതായത് യാത്രകൾ ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിൽ മെട്രോ സർവീസസ് യൂസ് ചെയ്യാൻ പറയുന്നു. കാർപൂൾ ചെയ്ത് ഒരുമിച്ച് യാത്രകൾ ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. മറ്റൊരു കാര്യം പറയുന്നത് റെയിൽവേ വഴി ഇപ്പോൾ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെയിൽവേ സൗകര്യം യൂസ് ചെയ്യാൻ പറയുന്നു. ഒരു വർഷത്തേക്കാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, കുടുംബച്ചടങ്ങുകൾ എന്നിവയ്ക്കായുള്ള ആഭരണ വാങ്ങലുകൾ തൽക്കാലം മാറ്റിവെക്കാനാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇന്ധന ഉപയോഗം കുറയ്ക്കാനും പാചക എണ്ണയുടെ ഉപയോഗം നിയന്ത്രിക്കാനും അത്യാവശ്യമല്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്, നിയമപരമായി ഒരു തരത്തിലുള്ള ഉത്തരവും വന്നിട്ടില്ല. മുൻ തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററായ തക്സൻ ഷിനവട്രെ 8 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ പരോളിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏകദേശം 76 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തെ ഒരു പ്രവാസ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം തായ്ലൻഡിൽ തന്നെ മടങ്ങിയെത്തിയത്. അഴിമതി, അധികാര ദുർവിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹത്തെ 8 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ രാജാവ് അത് 1 വർഷമായി ചുരുക്കി നൽകുകയായിരുന്നു. തക്സന് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും ചേർന്നാണ് പ്രസന്റിൽ ചെന്ന് സ്വീകരിച്ചത്.